നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ടൈപ്പ് 2 ആണ്. നമ്മൾ ടൈപ്പ് 1 ഉച്ചയ്ക്ക് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടൈപ്പ് 2ലേക്ക് വരുമ്പോഴത്തേക്ക് അതിന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി 3x² + y² dx + 2xy dy along the circular arc c given by x = cos t, y = sin t, 0 < t < π/2. സൊല്യൂഷൻ എഴുതിക്കോ. ഇന്റഗ്രൽ ഓവർ സി 3x² + y² dx + 2x dy is equal to ഇന്റഗ്രൽ ഓവർ സി. ഇന്റഗ്രൽ ഓവർ സി അല്ല, നമ്മളിപ്പോൾ ടിയിലോട്ട് കൺവെർട്ട് ചെയ്യുകയാണ്. അപ്പോൾ 0 to π/2 3 × x². x² എന്ന് പറയുമ്പോൾ എന്താ? 3 cos² t പ്ലസ് അടുത്ത് എന്ത് വരും? sin² t. dx അറിയില്ല, പക്ഷെ നമുക്ക് x അറിയാമല്ലോ. x എന്താണ്? x = cos t തന്നിട്ടുണ്ട്. അപ്പോൾ dx എന്ന് വരും? dx = ഡെറിവേറ്റീവ് എടുത്തേ. cos t-ന്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടിയിൽ ചെയ്യുമ്പോൾ? എന്താ വരുന്നേ? മൈനസ് sin t dt. അപ്പോൾ dx-ന്റെ സ്ഥാനത്ത് നമ്മൾ ഇത് കൊടുക്കണം. കൊടുക്കാൻ പോവാണ്. മൈനസ് sin t dt പ്ലസ് അടുത്തത് 2xy dy ആണ്. അപ്പോൾ dx-ന്റെ സ്ഥാനത്ത് ഒരു സെക്കൻഡ് ഞാനിത് മുകളിലോട്ടൊന്ന് എഴുതുവാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. x = cos t. dx എന്ന് പറയുന്നത് മൈനസ് sin t dt എന്ന് കിട്ടി. y = sin t എന്നാണ് നമ്മൾ ക്വസ്റ്റ്യൻ തന്നത്. അപ്പോൾ dy എന്ത് വരും? cos t dt എന്ന് ഡെറിവേറ്റീവ് എടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ dx-ന്റെ സ്ഥാനത്ത് നമ്മൾ മൈനസ് sin t dt എന്ന് കൊടുത്തിട്ടുണ്ട്. dy-യുടെ സ്ഥാനത്ത് നമുക്ക് cos t dt കൊടുക്കാം. അപ്പോൾ 2xy 2 × x എന്താണ്? cos t, y sin t, dy-യുടെ അവിടെ cos t dt. ഓക്കെ, ഇത് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ ഡി ടി കണ്ടു, രണ്ട് ടൈമിൽ ഡി ടി കോമൺ ആണ്. അപ്പോൾ ആ ഡി ടിനെ എടുത്ത് നമ്മൾ വെളിയിലിട്ടു. 0 to π/2 ബാക്കി. അപ്പോൾ എന്ത് വന്നു? 3 cos² t. ഈ മൈനസ് sin t ഉണ്ടല്ലോ, അതായത് ഈ ഡി ടി എടുത്താണ് വെളിയിലിടുന്നത്. അപ്പോൾ ഇവിടെ ഒരു മൈനസ് sin t, ആ മൈനസ് sin t നമ്മൾ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പോൾ -3 cos² t sin t അടുത്ത ടൈമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് sin² t അകത്തുണ്ട്, ഒരു മൈനസ് sin t കൂടെ അകത്തോട്ട് വരുമ്പോൾ മൈനസ് sin³ t. ഇനി ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ആക്കുവാണേ. പ്ലസ് ഇത് വന്നു 2 cos t sin t cos t. അപ്പോൾ 2 cos² t sin t രണ്ട് ടൈമിനകത്തൊന്നും എടുത്ത് ഉള്ള ഡി ടി എടുത്ത് വെളിയിലിട്ടു. ഓക്കെ, ഇനി നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഇൻ്റഗ്രേഷൻ ചെയ്യുകയാണ്. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എന്തെങ്കിലും കട്ടാക്കി കളയാനൊക്കെ പറ്റുമോ നിങ്ങൾ നോക്കണം. ഇവിടെ നോക്കി, ഒരു -3 cos² t sin t-യിൽ നിന്നും ഉണ്ട്, അതേപോലെ തന്നെ ഒരു പ്ലസ് 2 cos² t sin t ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് കിട്ടും? -3 cos² t sin t പ്ലസ് 2 cos² t sin t എന്താണ് വരുന്നത്? എന്താ വരുന്നത്? -3 + 2 എന്താ? -3 + 2 എന്താണ്? എന്താ ഈ ടൈം നോക്കി, ഈ രണ്ട് സെയിം അല്ലേ? cos² t sin t, cos² t sin t. അതായത് -3 cos² t sin t പ്ലസ് 2 cos² t sin t എന്ത് കിട്ടും? എന്താണ് കിട്ടുന്നത്? മൈനസ് cos² t sin t എന്ന് കിട്ടി. ബാക്കി ബാലൻസ് ഉള്ള ആ sin³ t കൂടെ എഴുതി dt. ഇനി ഇൻ്റഗ്രേഷൻ ചെയ്തോ. ഇൻ്റഗ്രേഷൻ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? എങ്ങനെ ചെയ്യാം ഇൻ്റഗ്രേഷൻ? എന്തെങ്കിലും ചെയ്യാൻ ഐഡിയ ഉണ്ടോ? ഇവിടെ നിങ്ങൾ നോക്കി, ഇവിടെ നമുക്ക് എന്തെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ കണ്ടോ? cos² t കിടക്കുന്നുണ്ട്, ഈ cos² t കിടക്കുന്നുണ്ട്. ഇവിടെ കണ്ടോ? ഒരു sin³ t. അപ്പോൾ ഈ cos² t sin² t എന്നൊക്കെ കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഇക്വേഷൻസ് ഇവിടെ ഫോം ചെയ്യാൻ പറ്റുമോ? എന്തെങ്കിലും ഫോമിലോട്ട് ഇതിനെ മാറ്റാൻ പറ്റുമോ? മാറ്റാൻ പറ്റും. sin² t പ്ലസ് cos² t എന്താ? ആ ഒരു ഫോമിലോട്ട് ഇതിനെ മാറ്റാൻ പറ്റും. അതിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. 0 to π/2 ഞാൻ മൈനസ് sin t എടുത്ത് വെളിയിലിട്ടു. മൈനസ് sin t എടുത്ത് വെളിയിലിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ടൈം എന്തായി പോയി? cos² t ആയോ? അടുത്ത
മൈനസ് സൈൻ ക്യൂബ് ടിയിൽ നിന്നാണ് ഒരു മൈനസ് സൈൻ ടി എടുത്ത് വെളിയത്. അപ്പോൾ പ്ലസ് സൈൻ സ്ക്വയർ ടി ആയി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എന്ത് എഴുതാൻ പറ്റും? എന്തെഴുതാൻ പറ്റും? കോസ് സ്ക്വയർ ടി പ്ലസ് സൈൻ സ്ക്വയർ ടി എന്താ? 1 ആണോ? ആണോ? അപ്പോൾ ഇൻ്റഗ്രൽ 0 to π/2 മൈനസ് സൈൻ ടി ഡി ടി വിച്ച് ഇസ് ഈക്വൽ ടു എന്തെഴുതാൻ പറ്റി? മൈനസ് സൈൻ ടീൻ്റെ ഇൻ്റഗ്രൽ എന്താണ്? മൈനസ് കോസ് ടി 0 to π/2 വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് മൈനസോടെ പ്ലസ് ആയി മാറും. അപ്പോൾ പ്ലസ് ആയി കോസ് ടി ലിമിറ്റ് കൊടുത്തേ കോസ് π/2 മൈനസ് കോസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? കോസ് π/2 എന്താണ്? 0. കോസ് 1 എന്താണ്? സോറി, കോസ് 0 എന്താണ്? 1. അപ്പോൾ ഫൈനൽ ആൻസർ -1 എന്ന് കിട്ടി. ഓക്കെ, ടൈപ്പ് 3 എന്ന് പറയുന്നത് ഇന്റഗ്രൽ ഓവർ സി എ എഫ് ഡോട്ട് ഡി ആർ വെയർ ഫൈൻഡ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ വെയർ വെക്ടർ എഫ് ഈസ് ഈക്വൽ ടു y square i a plus xy j a and vector r of t is equal to ti plus 2tj. One less than or equal to t less than or equal to 3. Okay. ഇത് 2018 ഗേറ്റിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മൾ ഈ ഒരു മൊഡ്യൂളിനകത്ത് എല്ലാം ചെയ്യുന്നത് നമ്മൾ ഒറ്റ വേരിയബിളിലോട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. ഇവിടെയും അവർ തന്നിട്ടുണ്ട്, വെക്ടർ ആർ ഓഫ് ടി തന്നിട്ടുണ്ട്, വെക്ടർ എഫ് തന്നിട്ടുണ്ട്. അപ്പോൾ വെക്ടർ എഫ് അതായത് ഇങ്ങനെ നോക്കി, വെക്ടർ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു എന്താ? വെക്ടർ എഫ് എന്താണ്? y സ്ക്വയർ i a പ്ലസ് xy j a ഡോട്ടാണ് വരുന്നത് കേട്ടോ. ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഇവിടെ ആറ് തന്നിട്ടുണ്ട്. അപ്പോൾ ഡി ആർ എങ്ങനെ കാണുന്നത്? ആറ് തന്നിട്ടുണ്ടെങ്കിൽ ഡി ആർ എങ്ങനെ കാണുന്നത്? ഡി ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? അതിന്റെ ഡെറിവേറ്റീവ് അല്ലേ? ആറിന്റെ ഡെറിവേറ്റീവ് ആർ ഇവിടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഡി ആർ എന്ത് വരും? ടി ഐ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ഡെറിവേറ്റീവ് എടുത്ത്, അപ്പോൾ ഐ പ്ലസ് 2j ആണോ? 2j കൂടെ എന്തുണ്ട്? എന്തെങ്കിലും ഉണ്ടോ? അല്ല, നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ഇതല്ലേ അങ്ങനെ ആലോചിക്കേണ്ടത്, ഇങ്ങനെ ആലോചിക്കുക. നമുക്ക് ഡി ആർ വേണം. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് ആറാണ് തന്നേക്കുന്നത്. വെക്ടർ ആർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ടി ഐ എ പ്ലസ് 2tj എന്നാണ് തന്നേക്കുന്നത്. ഇതിനകത്ത് നിങ്ങൾക്ക് അറിയാമല്ലോ, എക്സ് എന്താണ്, ടി എന്നറിയാം, വൈ എന്താണ്, 2t എന്നറിയാം. അറിയാവോ? എക്സും വൈയും ഐഡന്റിഫൈ ചെയ്യാൻ അറിയില്ലേ? അനി ഡി ആറിന്റെ ഈ ഇക്വേഷൻ അങ്ങ് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഓർത്ത് വെക്കുക. ഡി ആർ എന്ന് പറയുന്നത് ഇങ്ങനെ ഓർത്ത് വെക്കുക. ഡി എക്സ് ഐ എ പ്ലസ് ഡി വൈ ജെ എന്ന് ഓർത്ത് വെക്കുക. ഇങ്ങനെ ഓർത്താലും മതി. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? ഡി എക്സിന്റെ സ്ഥാനത്ത് എന്തെഴുതാൻ പറ്റും? ഡി എക്സിന്റെ സ്ഥാനത്ത് എന്തെഴുതാൻ പറ്റും? എക്സ് ഇസ് ഈക്വൽ ടു ടി വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്തേ എന്താ വരുന്നത്? 1. അപ്പോൾ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. അപ്പോൾ എന്തെഴുതി? ഡി ടി എഴുതി. ഡി ടി ഐ എ പ്ലസ്, ഇനി y ഇസ് ഈക്വൽ ടു 2t അല്ലേ? ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിച്ച് എന്ത് കിട്ടും? 2 കിട്ടിയോ? അപ്പോൾ ഡി വൈ എന്തായി? 2 dt ആയോ? അപ്പോൾ 2 dt j, dt രണ്ടിൽ കോമൺ അല്ലേ? അപ്പോൾ എടുത്ത് വെളിയിലിട്ടേ. അപ്പോൾ i പ്ലസ് 2j dt. അപ്പോൾ ഡി ആർ എന്തായി? i പ്ലസ് 2j dt. അപ്പോൾ ഞാനിവിടെ എഴുതുവാണ്, ഡി ആറിൻ്റെ സ്ഥാനത്ത് i പ്ലസ് 2j dt. ഓക്കെ, അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ ഇത്രയും എനിക്ക് കിട്ടിയിട്ടുണ്ട്. വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രേഷൻ ലാസ്റ്റ് ചെയ്യാം. ആദ്യം എഫ് ഡോട്ട് ഡി ആർ ഡോട്ട് പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അപ്പോൾ രണ്ട് വെക്ടറിൻ്റെ ഡോട്ട് എടുക്കുമ്പോൾ എങ്ങനെയാ? ഐ കാമണെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ജെ കാമണെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ആണോ? അപ്പോൾ എങ്ങനെ വരും ഇത്? എങ്ങനെ വരും പറഞ്ഞേ? ഐ കാമണൻ്റ് y സ്ക്വയർ ഇൻറ്റു 1 ആണോ? പറഞ്ഞേ.
പറഞ്ഞേ, എങ്ങനെയാ വരുന്നത് ഇത്? അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞേ? ഇവിടെ എന്തെങ്കിലും ഇനി ചെയ്യാനുണ്ടോ? ആരും ശ്രദ്ധിക്കുന്നില്ല. അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞേ? നമ്മൾ ഇവിടെ എന്താ ചെയ്യുന്നത്? നമ്മൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? എല്ലാം ഒറ്റ വേരിയബിളിലോട്ടല്ലേ മാറ്റുന്നേ? ഒറ്റ വേരിയബിളിലോട്ടല്ലേ മാറ്റുന്നേ? അപ്പൊ അടുത്ത സ്റ്റെപ്പ് എന്താ പറഞ്ഞേ? വൈ സ്ക്വയർ ഇങ്ങനെ അങ്ങ് എഴുതുവാണോ? ആണോ? അല്ല. വൈ സ്ക്വയറിന്റെ അവിടെ എന്ത് കൊടുക്കണം? സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ടി സബ്സ്റ്റിറ്റ്യൂട്ട്. ഇവിടെ എന്താ വൈ എന്താണ്? ഞാൻ സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് എന്താണ്? എക്സ് ടി എന്നും വൈ ടി ആണ്. വൈ സ്ക്വയറിന്റെ അവിടെ അപ്പോൾ വൈൻ്റെ അവിടെ 2t കൊടുക്കുന്നു. അപ്പോൾ വൈ സ്ക്വയർ ആകുമ്പോൾ 4t സ്ക്വയർ. 4t സ്ക്വയർ ഐ എ പ്ലസ് ഇതെന്താവും? എക്സ് എന്താണ്? ടി ആണ്. ടി എ ഇൻറ്റു 2t ഡോട്ട് ഐ പ്ലസ് 2j dt. ഇനി ചെയ്തോ. 4t ഇൻറ്റു ഐ അല്ല 4t ഇൻറ്റു 1 എന്ത് വരും? സോറി 4t സ്ക്വയർ ഇൻറ്റു 1. അപ്പോൾ 4t സ്ക്വയർ പ്ലസ് ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നതാണ് പറയുന്നത്. ഇവിടെ എന്താ? 2t സ്ക്വയർ ഇൻറ്റു 2. അപ്പോൾ എന്ത് കിട്ടി? 4t സ്ക്വയർ dt. ഇത്രയേ ഉള്ളൂ. ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു. ഐ കമ്മണ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്തു, പ്ലസ് ജെ കമ്മണ നമ്മൾ മൾട്ടിപ്ലൈ. അപ്പോൾ എഫ് ഡോട്ട് ഡി ആർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതിന് ഇൻറ്റഗ്രേഷൻ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ നോക്കി 4t സ്ക്വയർ പ്ലസ് 4t സ്ക്വയർ എന്താണ്? എന്താ? 4t സ്ക്വയർ പ്ലസ് 4t സ്ക്വയർ എന്താണ്? 8t സ്ക്വയർ. 8t സ്ക്വയർ. 8t സ്ക്വയർ dt എന്ന് കിട്ടിയിട്ടുണ്ട്. അതിന് ഇൻറ്റഗ്രേഷൻ ചെയ്ത് ഇൻറ്റഗ്രൽ ഓവർ സി എ എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ 8t സ്ക്വയർ dt. ടി വേരീസ് ഫ്രം ക്വസ്റ്റിനകത്ത് തന്നിട്ടുണ്ട് 1 to 3. അതിന് 8 എടുത്ത് വെളിയിലിട്ട് ടി സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്? ടി ക്യൂബ് ബൈ 3. അപ്പർ ലിമിറ്റ് 1 to 3, ലോവർ ലിമിറ്റ് 1, അപ്പർ ലിമിറ്റ് 3. ഇനി ഇത് കൊടുത്താൽ മതി. അപ്പോൾ എന്ത് കിട്ടുന്നു? 8 അപ്പർ ലിമിറ്റ് കൊടുത്തേ 3 ക്യൂബ് ബൈ 3 മൈനസ് 1/3 ആണോ? എന്ത് കിട്ടുന്നു? 27 മൈനസ് 1/3. അപ്പോൾ 26/3. 8 ഇൻറ്റു 26/3 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 208/3 കിട്ടിയോ? കിട്ടി. ഓക്കെ, ഇങ്ങനെയാണ് പ്രോബ്ലം ചെയ്യേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് integral over c f dot dr along the curve c where vector f is equal to zia plus xj plus yk and vector r of t is equal to sin t ia plus 4 sin t ja plus sin square t k. ഓക്കെ, അപ്പോൾ ഇവിടെ ഇൻറ്റഗ്രേഷൻ ഒക്കെ ചെയ്തെടുക്കാൻ ഇച്ചിരി പാടായിരിക്കും കേട്ടോ. ഇതിനകത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് ഒക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. നമ്മൾ പ്ലസ് 2 പഠിക്കുന്ന ഇൻറ്റഗ്രേഷൻ്റെ കുറേ അധികം കാര്യങ്ങൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇൻറ്റഗ്രേഷൻ അറിയാത്തവർ ഇൻറ്റഗ്രേഷൻ ചെയ്യുന്ന അത്രയും സംഭവം വരെയെങ്കിലും കൊണ്ടുവന്ന് വെക്കുക. പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് അറിയാവുന്നവർ ബാക്കി ചെയ്യുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഇതിൻ്റെ പറഞ്ഞു തരാം. അപ്പോൾ ഇതേപോലത്തെ ഇഷ്ടംപോലെ പ്രോബ്ലംസ് ഉണ്ട്. സൊല്യൂഷൻ ഫസ്റ്റ് നമുക്ക് എന്താ ചെയ്യേണ്ടേ? എഫ് ഡോട്ട് ഡി ആർ വേണം അല്ലേ? വെക്ടർ എഫ് തന്നിട്ടുണ്ട്. ഇവിടെ എക്സും വൈയും ഇസഡും ഒക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വെക്ടർ ആർ ഓഫ് ടിയും തന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ എക്സ് എന്താണെന്ന് ഐഡൻറ്റിഫൈ. എക്സ് എന്താണ്? സൈൻ ടി ആണോ? എക്സ് ഇസ് ഈക്വൽ ടു എക്സ് ഓഫ് ടി, വൈ ഇസ് ഈക്വൽ ടു 4 സൈൻ ടി, ഇസഡ് ഇസ് ഈക്വൽ എന്ത് കിട്ടുന്നു? സൈൻ സ്ക്വയർ ടി. ഓക്കെ, ഇനി എന്താ? ഡി ആർ. ഡി ആറിൻ്റെ ഫോർമുല എന്തായിരുന്നു? ഡി ആർ ഇവിടെ ഇപ്പോൾ എക്സും വൈയും ഇസഡും ഉള്ളത് കൊണ്ട് ഡി ആർ എന്ന് പറയുന്നത് എന്താണ്? ഡി എക്സ് ഐ എ പ്ലസ് ഡി വൈ ജെ എ പ്ലസ് ഡി ഇസഡ് കെ ആണ്. അപ്പോൾ നമ്മൾ ഡി എക്സും ഡി വൈയും ഡി ഇസഡും ഒക്കെ കണ്ടുപിടിക്കണം. ഓക്കെ, നമുക്ക് ഡി എക്സ് കണ്ടുപിടിക്കാം. ഡി എക്സ് എന്താ വരുന്നത്? ഡി എക്സ് എന്താ വരുന്നത്? ഡെറിവേറ്റീവ് സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ചെയ്യുമ്പോൾ എന്താ വരുന്നത്? കോസ് ടി ഡി ടി. ഓക്കെ,
അടുത്ത ഡി വൈ എന്ത് കിട്ടുന്നു? 4 കോൺസ്റ്റന്റ് ആണ്. സൈൻ ടീൻ്റെ എന്ത് വരും? കോസ് ടി ഡി ടി. അടുത്ത എന്താ വരുന്നത്? ഡി സെഡ് എന്ന് വരും സൈൻ സ്ക്വയർ ടി ആണ്. അപ്പോൾ ആദ്യം സൈൻ സ്ക്വയർ ടീൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. സൈൻ സ്ക്വയർ ടീൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 2 സൈൻ ടി. ഓക്കെ, ഇനി സൈൻ ടീൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? കോസ് ടി പിന്നെ ഡി ടിയും കൂടെ. ഇത്ര ഓക്കെ ആണോ? ഇത്രയും ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ അലോങ് ദ കർവ് സി എഫ് ഈസിക്കൽ ഇസഡ് ഐ എ പ്ലസ് എക്സ് ജെ എ പ്ലസ് വൈ കെ എ ആൻഡ് വെക്ടർ ആർ ഓഫ് ടി ഈസിക്കൽ സൈൻ ടി ഐ എ പ്ലസ് 4 സൈൻ ടി ജെ എ പ്ലസ് സൈൻ സ്ക്വയർ ടി കെ. ഇതിനകത്ത് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്ക് എഫ് ഡോട്ട് ഡി ആർ ആണ് കാണേണ്ടത്. എഫ് ഡോട്ട് ഡി ആർ കാണണമെന്നുണ്ടെങ്കിൽ ഡി ആർ വേണം. ഡി ആർ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സും വൈയും ഇസഡ് ഐഡന്റിഫൈ ചെയ്യണം. എക്സും വൈയും ഇസഡ് ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എക്സ് ഈസിക്കൽ ടു സൈൻ ടി, വൈ ഈസിക്കൽ 4 സൈൻ ടി, ഇസഡ് ഈസിക്കൽ സൈൻ സ്ക്വയർ ടി. ഡി ആർ എന്ന് പറയുന്നതിന്റെ ഫോർമുല നമുക്കറിയാം, ഡി എക്സ് ഐ എ പ്ലസ് ഡി വൈ ജെ എ പ്ലസ് ഡി ഇസഡ് കെ എ. അപ്പോൾ എക്സ് സൈൻ ടി ആകുമ്പോൾ ഡി എക്സ് എന്താവും? കോസ് ടി ഡി ടി ആണ്. ഡി വൈ എന്താവും? 4 കോസ് ടി ഡി ടി ആണ്. ഡി സെഡ് എന്താവും? 2 സൈൻ ടി കോസ് ടി ഡി ടി ആണ്. ഇതെല്ലാം നമ്മൾ കൊണ്ടുപോയി നമ്മുടെ ഡി ആറിന്റെ ഇക്വേഷനകത്ത് കൊടുക്കണം. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എന്താ എഫ് ഡോട്ട് ഡി ആർ കാണുകയാണ് ചെയ്യുന്നത്. എഫ് ഡോട്ട് ഡി ആറിനകത്ത് എഫ് എന്ന് പറയുന്നത് നമുക്ക് എന്താ തന്നേക്കുന്നത്? എഫ് ക്വസ്റ്റ്യൻ ആണ് നോക്കുക. എഫ് എന്താ തന്നേക്കുന്നത്? ഇസഡ് ഐ എ പ്ലസ് എക്സ് ജെ എ പ്ലസ് വൈ കെ അല്ലേ. അപ്പോൾ ഇസഡിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് കൊടുക്കണം? നമ്മൾ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട് സൈൻ സ്ക്വയർ ടി. അപ്പോൾ അതാണ് ഞാൻ കൊടുത്തേക്കുന്നത്, സൈൻ സ്ക്വയർ ടി ഐ എ പ്ലസ്. അടുത്ത എന്താണ്? എക്സ് ജെ ആണ്. എക്സിന്റെ സ്ഥാനത്ത് അപ്പോൾ എന്ത് കൊടുക്കണം? സൈൻ ടി ജെ എ പ്ലസ്. അടുത്ത എന്താണ്? വൈ കെ ആണ്. അപ്പോൾ വൈ എന്ന് പറയുന്നത് 4 സൈൻ ടി ആണ്. അപ്പോൾ ഇവിടെ ഒരു കെ ഉണ്ട്, കെ ഇടാൻ വിട്ടുപോയി. ഓക്കെ, കെ പ്ലസ് 4 സൈൻ ടി കെ. അത്രയും കൊടുത്തു. ഡോട്ട് ഡി ആർ എന്ന് പറയുന്നത് എന്താണ്? ഡി ആർ ഡി എക്സ് ഐ എ പ്ലസ് ഡി വൈ ജെ എ പ്ലസ് ഡി ഇസഡ് കെ. അതെല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഡി എക്സിന്റെ സ്ഥാനത്ത് കോസ് ടി, ഡി വൈയുടെ സ്ഥാനത്ത് 4 കോസ് ടി, ഡി സെഡിന്റെ സ്ഥാനത്ത് 2 സൈൻ ടി കോസ് ടി. ഡി ടി എല്ലാത്തിനും മൂന്നിലും ഡി ടി കോമൺ ഉണ്ട്. അതെടുത്ത് ഞാൻ വെളിയിൽ ഇട്ടേക്കുന്നതാണ്, അതാണ് ഞാൻ ഇവിടെ എഴുതാത്തത്. ഓക്കെ, ഇത് വെളിയിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കുന്നു. ഡോട്ട് എടുക്കുക എന്ന് പറയുമ്പോൾ എന്താ പറയുന്നത്? ഐ കമ്മണെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് ജെ കമ്മണെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, പ്ലസ് കെ കമ്മണെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? സൈൻ സ്ക്വയർ ടി എ കോസ് ടി എ പ്ലസ് സൈൻ ടി 4 സൈൻ ടി കോസ് ടി എ പ്ലസ് എന്ത് കിട്ടുന്നു? അടുത്ത 8 സൈൻ സ്ക്വയർ ടി കോസ് ടി ഡി ടി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെ ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഫസ്റ്റ് ടൈം എന്താണ്? സൈൻ സ്ക്വയർ ടി കോസ് ടി ആണ്. ലാസ്റ്റ് ടൈം എന്താണ്? 8 സൈൻ സ്ക്വയർ ടി കോസ് ടി ആണ്. അതായത് ഒരു സൈൻ സ്ക്വയർ ടി കോസ് ടിയുടെ കൂടെ 8 സൈൻ സ്ക്വയർ ടി കോസ് ടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഒരു സൈൻ സ്ക്വയർ ടി കോസ് ടിയുടെ കൂടെ 8 സൈൻ സ്ക്വയർ ടി കോസ് ടി ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 9 സൈൻ സ്ക്വയർ ടി കോസ് ടി കിട്ടി. പ്ലസ് 4 എന്ത് കിട്ടി? ഒരു സെക്കൻഡേ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഇതിനകത്ത് 4 സൈൻ ടി കോസ് ടി. ഓക്കെ, ഇത്രയും കിട്ടിയിട്ടുണ്ട് ഡി ടി. ഇനി നമുക്ക് ഇന്റഗ്രേഷനിലോട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഇന്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ വിച്ച് ഈസ് ഈക്വൽ ടു, ഇവിടെ ഇന്റഗ്രൽ ലിമിറ്റ് ഒക്കെ അവർ തന്നിട്ടുണ്ട്, 0 to π/2. ക്വസ്റ്റ്യൻ നോക്കുക. 9 സൈൻ സ്ക്വയർ ടി കോസ് ടി എ പ്ലസ് 4 സൈൻ ടി കോസ് ടി ഡി ടി. ഇനി നിങ്ങളുടെ ഒരു ഐഡിയ ഉപയോഗിക്കണം. ഈ 4 സൈൻ ടി കോസ് ടി നമുക്ക് എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ വല്ലതും കൊടുക്കാൻ പറ്റുമോ? നമ്മൾ പഠിച്ചിട്ടുള്ള എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ? 4 സൈൻ ടി കോസ് ടി കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റില്ലേ? സൈൻ 2t എന്താണ്? സൈൻ 2t എന്താ? 2 സൈൻ ടി കോസ് ടി. അതായത് 2 സൈൻ 2x എന്ന് പറയുന്നത് 2 സൈൻ എക്സ് കോസ് എക്സ്. ഇവിടെ ടിയിൽ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് ഈ സൈൻ ടി കോസ് ടിന്റെ അവിടെ എനിക്ക് എന്ത് കൊടുക്കാൻ പറ്റും? സൈൻ 2t/2 എന്ന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റുമോ? പറ്റില്ലേ? കമ്പയർ ചെയ്ത് നോക്കിയേ, പറ്റും. അപ്പോൾ അത് ഞാൻ കൊടുക്കാൻ പോവാണ്. ഞാൻ അത് സ്പ്ലിറ്റ് ചെയ്യുവാണേ.
ഇന്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്യുന്നു, രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇന്റഗ്രേഷൻ ചെയ്യാം. ഇന്റഗ്രൽ 0 to pi by 2 9 sin square t cos t dt പ്ലസ് ഇന്റഗ്രൽ 0 to pi by 2 ആ 4 എടുത്ത് വെളിയിലിട്ടു. ഈ സൈൻ ടി കോസ്റ്റിന്റെ സ്ഥാനത്ത് ഞാൻ ഇത് കൊടുക്കുവാണേ, സൈൻ 2t by 2 dt എന്ന് എഴുതി. ഓക്കെ, ഇനി എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്യാൻ പോവാണ്. ഈ 4ഉം ഈ 2ഉം കൂടെ വെട്ടിയിട്ട് ഇവിടെ 2 എഴുതി. ഇനി നോക്കി ഫസ്റ്റ് ടൈം നോക്കുക. ഫസ്റ്റ് ടൈമിനകത്ത് സൈൻ സ്ക്വയർ ടി കോസ് ടി എന്നാണ് കിടക്കുന്നത്. അപ്പോൾ ഈ സൈൻ സ്ക്വയർ ടി കോസ് ടി എന്നൊക്കെ കിടക്കുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? അതായത് ഇന്റഗ്രലിനകത്തുള്ള ഒരു ടേമിന്റെ ഡെറിവേറ്റീവ് ആണ് മറ്റേ ഒരു ടേമിന്റെ കൂടെ കിടക്കുന്നതെങ്കിൽ, അതായത് ഇപ്പോൾ ഇവിടെ എ എന്നും ബി എന്നും ആണെങ്കിൽ എയുടെ ഡെറിവേറ്റീവ് ആണ് ബി എങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റും. നമ്മൾ +2 പഠിക്കുന്നതാണ് ഇന്റഗ്രേഷനകത്ത്. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ നിങ്ങൾ അപ്പോൾ ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? ഏതിനായിരിക്കും നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? അതായത് രണ്ട് സംഭവങ്ങൾ, രണ്ട് എ എന്നും ബി എന്നും പറയുന്ന രണ്ട് ടേം ഉണ്ടെങ്കിൽ ഒന്നിന്റെ ഡെറിവേറ്റീവ് ആണ് മറ്റൊന്നിന്റെ കൂടെ കിടക്കുന്നതെങ്കിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാൻ പറ്റുമെന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഐഡിയ. അപ്പോൾ ഇവിടെ നിങ്ങൾ ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? ഏതിനായിരിക്കും സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്? നിങ്ങൾ നോക്കിയേ, സൈൻ്റെ ഡെറിവേറ്റീവ് അല്ലേ കോസ്? ആണോ? ആണോ? അപ്പോൾ നമ്മൾ എന്തിനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത്? സൈൻ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ടോ? സൈൻ ടിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ ഞാൻ സൈഡിലായിട്ട് മാറ്റുന്നു. പുട്ട് സൈൻ ടി ഈസ് ഈക്വൽ ടു യു എന്ന് ഞാൻ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു. അപ്പോൾ നമുക്ക് എന്താ, ഇനി എന്താ വേണ്ടേ? ഡി ടി മാറ്റണ്ടേ? അപ്പോൾ ഡി ടി എന്താവും? ഡി ടിക്ക് പകരം നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എങ്ങനെയാ എന്ത് ചെയ്യുന്നേ? സൈൻ ടിക്ക് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞിട്ട് ഡെറിവേറ്റീവ് എടുത്തേ. ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എന്ത് കിട്ടുന്നു? എന്ത് കിട്ടും? സൈൻ ടീന്റെ ഡെറിവേറ്റീവ് എടുക്കുന്നത് എങ്ങനെയാ? വിത്ത് റെസ്പെക്ട് ടു ടിയിൽ എങ്ങനെയാ ചെയ്യുന്നേ? യു ഈസ് ഈക്വൽ ടു സൈൻ ടി. അപ്പോൾ ഡെറിവേറ്റീവ് ഓഫ് യു വിത്ത് റെസ്പെക്ട് ടു ടി ചെയ്തേ. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് സൈൻ ടി എന്താ വരുന്നേ? എന്താ വരുന്നേ? പറഞ്ഞേ, എന്താ വരുന്നേ? ഡി യു ബൈ ഡി ടി ഇസ് ഈക്വൽ ടു കോസ് ടി എന്ന് കിട്ടി. അപ്പോൾ ഡി യു എന്ന് പറയുന്നത് എന്താണ്? കോസ് ടി ഡി ടി ആണോ? ഈ കോസ് ടി ഡി ടി നമ്മുടെ ഈ ഇന്റഗ്രലിനകത്ത് ഉണ്ടോ? എവിടെയെങ്കിലും ഉണ്ടോ? ഉണ്ടോ നോക്കി, കോസ് ടി ഡി ടി ഉണ്ട്. അപ്പോൾ ഈ കോസ് ടി ഡി ടിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? എന്ത് കൊടുക്കാൻ പറ്റും? ഇവിടെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ? ഡി യു എന്ന് കൊടുക്കാൻ പറ്റും. സൈൻ്റെ അവിടെ നമ്മൾ യു എന്നും കൊടുത്തു. അപ്പോൾ 9 യു സ്ക്വയർ ഡി യു എന്ന് കിട്ടിയിട്ടുണ്ട്. 9 യു സ്ക്വയർ ഡി യു പ്ലസ് അടുത്തതിനകത്ത് ഒരു മാറ്റവും ഇല്ല, അത് അതേപോലെ എഴുതണം. 0 to pi by 2 സൈൻ 2, ഇവിടെ ഡി ടി എഴുതാൻ പറ്റുകയാണ്. ഉണ്ട് ഡി ടി ഉണ്ട്. ഓക്കെ, സൈൻ 2t ഡി ടി. ഇനി നമ്മളൊരു കാര്യം മനസ്സിലാവും. നമ്മളിപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഇന്റഗ്രൽ ലിമിറ്റ് മാറും. അതായത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തതിന്റെ ഇന്റഗ്രൽ ലിമിറ്റ് ആണ് മാറുന്നത്. അതായത് ഫസ്റ്റ് ഇന്റഗ്രൽ ലിമിറ്റ് മാറിയിട്ടുണ്ട്, അതാണ് ഞാൻ ഇന്റഗ്രൽ ലിമിറ്റ് എഴുതാതിരിക്കുന്നത്. അപ്പോൾ ഇന്റഗ്രൽ ലിമിറ്റ് എങ്ങനെ കാണുന്നത്? ഇന്റഗ്രൽ ലിമിറ്റ് കാണുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ഏതിനാണ് കൊടുത്തേക്കുന്നത്? നമ്മളിപ്പോൾ എടുത്തേക്കുന്നത് യു ഈസ് ഈക്വൽ ടു സൈൻ ടി എന്നാണ് എടുത്തേക്കുന്നത്. നമ്മുടെ ലോവർ ലിമിറ്റ് എന്താണ്? ടി എ. ലോവർ ലിമിറ്റ് എന്ന് പറയുന്നത് 0 അല്ലേ? പുട്ട് ടി ഈസ് ഈക്വൽ ടു 0 ഈ ഇക്വേഷൻ അത് കൊടുക്കുമ്പോൾ യു എന്താവും? യു ഈസ് ഈക്വൽ ടു സൈൻ 0 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടി? 0 കിട്ടിയോ? അപ്പോൾ ലോവർ ലിമിറ്റ് യുയിലുള്ള ലോവർ ലിമിറ്റ് 0 എന്ന് കിട്ടി. ഇനി അപ്പർ ലിമിറ്റ് എന്താ? ടിയുടെ അപ്പർ ലിമിറ്റ് എന്തായിരുന്നു? pi by 2 അല്ലായിരുന്നോ? അപ്പോൾ നമ്മുടെ ഈ യു ഈസ് ഈക്വൽ ടു സൈൻ ടിക്കകത്ത് കൊണ്ട് ഈ ടിയുടെ സ്ഥാനത്ത് pi by 2 കൊടുക്കുക. അപ്പോൾ യു ഈസ് ഈക്വൽ ടു സൈൻ pi by 2 വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടി? സൈൻ pi by 2ന്റെ വാല്യൂ എന്താണ്? 1. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? യു ഈസ് ഈക്വൽ ടു 1 എന്ന് കിട്ടി. അപ്പോൾ അപ്പർ ലിമിറ്റ് നമുക്ക് 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്റഗ്രലിന്റെ ലിമിറ്റ് എന്തായി? 0 to 1 ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാം ഓക്കെ ആണ്. ഇനി നമുക്ക് ഇന്റഗ്രേഷൻ ചെയ്യാം. വിച്ച് ഈസ് ഈക്വൽ ടു 9 ഇന്റഗ്രലിന് വെളിയിലെടുത്ത് കോൺസ്റ്റന്റ് ആണ്. യു സ്ക്വയറിന്റെ ഇന്റഗ്രൽ എന്താണ്? യു ക്യൂബ് ബൈ 3 0 to 1 പ്ലസ് 2 ഇൻറ്റു ഇതെന്ത് വരും? സൈൻ 2tന്റെ ഇന്റഗ്രൽ എന്താണ്? സൈൻ 2t ഇന്റഗ്രൽ മൈനസ് കോസ് 2t എന്താ വരുന്നേ? ഡിവൈഡഡ് ബൈ 2 ആണോ? 0 to pi by 2. ഞാൻ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ? ഞാൻ എഴുതിയിരിക്കുന്നത് കറക്റ്റ് ആണോ?
നോക്കിയിട്ട് പറഞ്ഞ്, ചെക്ക് ചെയ്തിട്ട് പറഞ്ഞേ. ആണോ? കിട്ടിയോ? കിട്ടിയോ? കിട്ടിയിട്ടുണ്ടോ? ഓക്കെ ആണോ? ബാക്കി ചെയ്യട്ടെ? ബാക്കി ഫസ്റ്റത്തെ പാർട്ടിൽ എങ്ങനെയാ ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത്? 0 to 1. ലിമിറ്റ് സെറ്റ് ചെയ്യുന്നോ? ലിമിറ്റ് സെറ്റ് ചെയ്യുന്നത് ഫസ്റ്റത്തെ പാർട്ട്. ഫസ്റ്റിലത്തെ പറഞ്ഞത് ഇപ്പൊ എല്ലാം യുവിലായിട്ടുണ്ടല്ലോ. നമുക്ക് ലിമിറ്റ് എന്തായിരുന്നു? ടിയിലുള്ള ലിമിറ്റ് അല്ലേ? നമ്മൾ യുവിന് എന്താ കൊടുത്തേ? യു ഇസിക്കൽ സൈൻ ടി എന്നല്ലേ കൊടുത്തേ? ആണോ? ആണ്. അപ്പൊ നമ്മള് ലോവർ ലിമിറ്റ് എന്താ? ടിയിലുള്ള ലോവർ ലിമിറ്റ് എന്താ? 0 ആണ്. 0. ആ ടിയുടെ വാല്യൂ കൊണ്ടുപോയി യുവിനകത്ത് കൊണ്ടുപോയി കൊടുക്കണം. അപ്പൊ യു ഇസിക്കൽ സൈൻ 0. അപ്പൊ യു ഇസിക്കൽ എന്ത് കിട്ടി? 0. സൈൻ 0യുടെ വാല്യൂ 0. അപ്പൊ കിട്ടിയോ? ലോവർ ലിമിറ്റ് കിട്ടിയോ യുവിലുള്ള? അതേപോലെ തന്നെ അപ്പർ ലിമിറ്റ്, ടിയുടെ അപ്പർ ലിമിറ്റ് എന്തായിരുന്നു? π/2 അല്ലേ? അതുകൊണ്ട് യുവിനകത്ത് കൊടുക്കണം. യു ഇസിക്കൽ ടു സൈൻ π/2. അപ്പൊ യു ഇസിക്കൽ 1 കിട്ടും. ഓക്കെ, ബാക്കി ചെയ്തേ. ഞാൻ ചെയ്യുവാണ്. വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 9 × 1/3 ആണോ? 3 വന്നു ഇവിടെ, വെട്ടിപ്പോയി. പ്ലസ് 2 × മൈനസ് ഇവിടുത്തെ 2 × വെട്ടിപ്പോയി. അപ്പോൾ 2 അങ്ങ് മാറ്റിയേക്ക്. മൈനസ് കോസ് 2 × π/2 മൈനസ് ലോവർ ലിമിറ്റ് വരുമ്പോൾ എന്ത് വരുന്നു? മൈനസ് കോസ് 0. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 വന്നു. എന്നിട്ട് 3a പ്ലസ് ഇതും കട്ടായിപ്പോയി. കോസ് പൈ, കോസ് പൈയുടെ വാല്യൂ എന്താണ്? കോസ് പൈയുടെ വാല്യൂ എന്താ? -1 ആണോ? അപ്പോൾ ഇവിടെ ഒരു മൈനസ് ഉണ്ട്, വെളിയിൽ ഒരു ഇവിടെ കോസിന്റെ കൂടെ ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ ആ മൈനസ് പ്ലസ് ആയി. അപ്പോൾ 1 ആയി. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ആകുമ്പോൾ 1 + 1 ആയി. ഫിസിക്കൽ എന്ത് കിട്ടുന്നു? 5 എന്ന് ആൻസർ കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, വർക്ക് ഡണ്ണിൻ്റെ പ്രോബ്ലത്തിനകത്തൊക്കെ ഇങ്ങനെ കുറേ അധികം നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇത്രയും ചെറിയ സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ വരത്തുള്ളൂ. സൈനും കോസും മാത്രമേ ഉള്ളൂ, അല്ലാതെ വലിയ സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത് നോക്കാം, ഈ ഒരു മോഡലുള്ളതൊക്കെ ചോദിക്കാം. ഓക്കെ സാറേ, ഹലോ. പറഞ്ഞു. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇന്റഗ്രൽ ഓവർ C 3xy dy where C is the line segment. Joining 0, 0 and 1, 2. ഈ ടൈപ്പ് പ്രോബ്ലം നിങ്ങൾ തേർഡ് സെമ്മിൽ ലൈൻ ഇൻ്റഗ്രൽസിനകത്ത് കോംപ്ലക്സ് ലൈൻ ഇൻ്റഗ്രൽസിനകത്ത് പഠിക്കുന്നതാണ്. കോംപ്ലക്സ് ഇൻ്റഗ്രേഷൻ സെക്കൻഡ് ഇവാലുവേഷൻ മെത്തേഡ് എന്നൊക്കെ പഠിക്കുന്നുണ്ട്. അതിനകത്ത് പഠിക്കുന്നതാണ്. ഇതേപോലത്തെ സാധനമാണ്. അവിടെ ലൈൻ ഇൻ്റഗ്രലാണ്, അവിടെ കോംപ്ലക്സിലുള്ളതാണെന്നേ ഉള്ളൂ. ഇതാണ് ചെയ്യേണ്ടത്. ഇതെങ്ങനെ ചെയ്യാം? ഈ ഒരു മൊഡ്യൂളിനകത്തെല്ലാം നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെല്ലാം ഒറ്റ വേരിയബിളിലോട്ട് മാറ്റുന്നു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേരിയബിളിലോട്ട് മാറ്റാം. അപ്പോൾ ഇവിടെ നമ്മൾ ഇക്വേഷനോ കാര്യങ്ങളോ ഒന്നും അവർ തന്നിട്ടില്ല. ഇവിടെ 2 ലൈൻ ജോയിനിങ് എന്നൊക്കെയാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ലൈൻ്റെ ഇക്വേഷൻ നമ്മൾ അറിയണം. ഈ ലൈൻ്റെ 2 പോയിന്റ് ഫോർമുല 0, 0, 1, 2 എങ്ങനെയാണ് വരുന്നത്? y മൈനസ് y1 ഡിവൈഡഡ് ബൈ y2 മൈനസ് y1 ഇസ് ഈക്വൽ ടു x മൈനസ് x1 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1. ഇത് വേണം, തിരിച്ചും വേണമെങ്കിൽ എഴുതാം. ഓക്കെ, എങ്ങനെ വേണം നിങ്ങൾക്ക് എഴുതാം. 0, 0യും 1, 2 ആണ് വന്നിട്ടുള്ളത്. ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2.
y മൈനസ് y1 y1 എന്താണ് 0 ഡിവൈഡഡ് ബൈ y2 2 മൈനസ് 0 ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് x1 എന്താണ് 0 x2 എന്താണ് 1 മൈനസ് 0 എന്ത് കിട്ടുന്നു y ബൈ 2 ഇസ് ഈക്വൽ ടു എക്സ് ബൈ 1 അതായത് എക്സ് y ഇസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു y ഇസ് ഈക്വൽ ടു 2x എന്ന് കിട്ടും. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവിടുത്തെ ഇക്വേഷൻ ഇതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇൻ്റഗ്രൽ പവർ സി എ 3x ബൈ ഡി വൈ. അപ്പോൾ ഈ y ഉള്ളിടത്തെല്ലാം എന്ത് കൊടുക്കണം? y ഉള്ളത് കൊണ്ടുപോയി 2x കൊടുക്കണം. കേൾക്കുന്നുണ്ടോ? y ഉള്ളത് കൊണ്ടുപോയി 2x കൊടുക്കണം. അപ്പോൾ ഡി വൈയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കും? പിന്നെ വിത്ത് റെസ്പെക്ട് ടു എക്സിലൊന്നും ചെയ്തേ. ഡി വൈ ഈസിക്കൽ എന്ത് കിട്ടുന്നു? 2 dx എന്ന് കിട്ടി. ഓക്കെ, വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ലിമിറ്റ് ഞാൻ പറയാം. 3x ഇൻറ്റു വൈൻ്റെ സ്ഥാനത്ത് എന്താ വരുന്നത്? 2x ഇൻറ്റു ഡി വൈയുടെ സ്ഥാനത്ത് 2 dx വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ലിമിറ്റ് വേണം. ഇൻ്റഗ്രൽ ലിമിറ്റ് എങ്ങനെയാ? ഇപ്പം എല്ലാം നമുക്ക് എന്തെങ്കിലും ആയിട്ടുണ്ട്, എല്ലാം ഒറ്റ വേരിയബിൾ ആയില്ലേ? നമ്മൾ മുമ്പേ എന്താണ് ചെയ്തത്? എല്ലാം ടീയിലായി. ഇവിടെ ഇപ്പോൾ എന്തായി? ഇവിടെ ഇപ്പോൾ എക്സിലാക്കി, എല്ലാം എക്സിലാക്കി. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് മാത്രം എടുത്താൽ മതി. നമ്മൾ ക്വസ്റ്റിനകത്ത് തന്നേക്കുന്ന കോർഡിനേറ്റ് എങ്ങനെയാ? 0 0 2 1 2 അല്ലേ തന്നേക്കുന്നത് അല്ലേ? 1 2. ഇതിൻ്റെ എക്സ് കോർഡിനേറ്റ് വേരി ചെയ്യുന്നത് എങ്ങോട്ടാ? എക്സ് വേരീസ് ഫ്രം 0 to 1. അതാണ് ലിമിറ്റ്. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എന്ത് കിട്ടുന്നു? ഇൻ്റഗ്രൽ 0 to 1 3x ഇൻറ്റു 2x ഇൻറ്റു 2 എന്ത് കിട്ടുന്നു? എന്ത് കിട്ടും? 12x സ്ക്വയർ 12x സ്ക്വയർ dx. ആ ഇൻ്റഗ്രൽ കണ്ടുപിടിച്ചേ. വിച്ച് ഈസ് ഈക്വൽ ടു 12x ക്യൂബ് ബൈ 3 0 to 1 വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 12/3 എന്ന് കിട്ടി. ആൻസർ 4 എന്ന് കിട്ടും. നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ഫണ്ടമെന്റൽ തിയറം എന്ന് പറയുന്നത്. ഫണ്ടമെന്റൽ തിയറത്തിന് ജനറൽ ആയിട്ടുള്ള ഫോമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇന്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ ഈസ് ഈക്വൽ ടു ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x0 y0. നമുക്ക് പോയിന്റ്, അതായത് ഈ x1 y1 എന്ന് പറയുന്നത് അപ്പർ ലിമിറ്റും x0 y0 എന്ന് പറയുന്നത് ലോവർ ലിമിറ്റുമാണ് കേട്ടോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്: ഷോ ദാറ്റ് ദ ഇന്റഗ്രൽ ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് and use fundamental theorem of line integrals to find integral 1, 2 to 4, 0 4y dx plus 4x dy. അപ്പോൾ ഇതിനകത്തുനിന്ന് നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് വെക്ടർ എഫ് ഐഡന്റിഫൈ ചെയ്യണം. അതായത് എഫ് ഡോട്ട് ഡി ആർ ആണ് ഇന്റഗ്രലിനകത്ത് എഴുതിയേക്കുന്നത്. അതിൽ നിന്ന് വെക്ടർ എഫ് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്? വെക്ടർ എഫ് എന്ന് പറയുന്നത് എന്താണ്? ഡി എക്സിന്റെ കൂടെയുള്ള ടൈമാണ് ഐ കമ്പണന്റ്. അതാണ് ഞാൻ ഇവിടെ എഴുതിയിരിക്കുന്നത് 4y. അതിന്റെ കൂടെ ഐയും കൂടെ എഴുതിയാൽ മതി. ഡി വൈയുടെ കൂടെ ഉള്ള ടൈമാണ് ജെ കമ്പണന്റ്. 4x എഴുതി, ജെ എഴുതി. ഇനി നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പറയുന്നത്. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് അല്ലെങ്കിൽ കൺസർവേറ്റീവ് ഓഫ് പാത്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് പ്രൂവ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഡെൽ ക്രോസ് വെക്ടർ എഫ് എന്ന് പറയുന്നത് 0 ആയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ യൂസ് ഫണ്ടമെന്റൽ തിയറം ടു ഇവാലുവേറ്റ് ഇൻ ദ ഇന്റഗ്രൽ എന്നൊക്കെ പറഞ്ഞ് തരുമ്പോൾ നിങ്ങൾ ഈ ഡെൽ ക്രോസ് എഫ് എന്ന് പറയുന്നത് 0 അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് നിർത്തിയിട്ട് പറഞ്ഞാൽ മതി, ഇത് ഫണ്ടമെന്റൽ തിയറം വെച്ചിട്ട് ചെയ്യാൻ പറ്റത്തില്ല, ഈ ക്വസ്റ്റ്യൻ എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് അല്ലെന്ന് പറഞ്ഞാൽ മതി. ചിലപ്പോൾ ചില ക്വസ്റ്റ്യനകത്ത് മിസ്റ്റേക്ക് വന്നേക്കാം, ചിലപ്പോൾ 0 കിട്ടത്തില്ല. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് എന്ന് പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഡെൽ ക്രോസ് എഫ് ഞാൻ കാണാൻ പോവാണ്. ഡെൽ ക്രോസ് എഫ് കാണുന്നത് ഐ ജെ കെ ഒക്കെ എഴുതിയിട്ടുണ്ട്, നമ്മൾ മുമ്പേ ചെയ്തതാണ്. ഡെൽ ക്രോസ് എഫ് കാണുന്നത് കുറേ അധികം ചെയ്തിട്ടുണ്ട്. ചെയ്തേ അപ്പോൾ എന്ത് കിട്ടുന്നു? 0a മൈനസ് 0a മൈനസ് ജെ എ ഇതെന്ത് കിട്ടുന്നു? 0a മൈനസ് 0a പ്ലസ് കെ എ. അടുത്ത് എന്ത് കിട്ടുന്നു? 4 മൈനസ് 4 വിച്ച് എന്ത് കിട്ടി? 0 എന്ന് കിട്ടി അല്ലേ? 0 കിട്ടിയോ? കിട്ടി. അപ്പോൾ ഇതെന്താണ്? ഒരു സെക്കൻഡ്, ഇവിടെ 4 മൈനസ് 4 കറക്റ്റായി 0 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ്? therefore എഫ് എന്ന് പറയുന്നത് എന്താണ്? ഈസ് കൺസർവേറ്റീവ്. ഇന്റഗ്രൽ എന്താണ്? ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത്. ഇന്റഗ്രൽ ഇൻഡിപെൻഡന്റ് ഓഫ് പാത്ത് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റി? ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ. ഫണ്ടമെന്റൽ തിയറം അപ്ലൈ. അപ്പോൾ ഫണ്ടമെന്റൽ തിയറത്തിനകത്ത് നിങ്ങൾ നോക്കുക. ഫണ്ടമെന്റൽ തിയറത്തിനകത്ത് ഞാൻ ഇവിടെ എന്താ എഴുതിയേക്കുന്നത്? ഇക്വേഷനകത്ത് നോക്കി ഫൈ എന്ന് എഴുതി. ഫൈ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഫൈ എന്ന് പറയുന്നത് എന്താണ്? ഫൈ എന്ന് പറയുന്നത് എന്താ? ഫൈ എങ്ങനെയാ കാണുന്നത്? എന്തുവാ ഫൈ?
ഫൈ മുമ്പേ കണ്ടുപിടിച്ചല്ലേ നമ്മൾ കുറെ പ്രോബ്ലം ചെയ്തതല്ലേ. ഫൈ എന്താണ്? ഫൈ എന്താ പറഞ്ഞേ? ഫൈ എന്താണ്? അതാണോ ഫൈ? ഫൈ എന്ന് പറയുന്ന സ്കെയിലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഇപ്പൊ മറന്നുപോയോ? ഫൈ എന്തുവാ? സ്കെയിലാർ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. ഓർക്കുന്നുണ്ടോ ആരെങ്കിലും? ഓക്കെ, എഴുതുക. അപ്പോൾ എഫ് എന്ന് പറയുന്ന കൺസർവേറ്റീവ് ആണെങ്കിൽ വെക്ടർ എഫ് എങ്ങനെ എഴുതാൻ പറ്റും? ഡെൽ ഫൈ എന്ന് എഴുതാൻ പറ്റും. ഡെൽ ഫൈ എന്ന് എഴുതി കഴിഞ്ഞിട്ട് ഫൈ കണ്ടുപിടിച്ചേ. വെക്ടർ എഫ് എന്താണ്? 4yIa പ്ലസ് 4xJa വിച്ച് ഈസ് ഈക്വൽ ടു I ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ വൈ. ഇക്വേറ്റ് ചെയ്തേ. 4y ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ എക്സ്, 4x ഈസ് ഈക്വൽ ടു ഡോ ഫൈ ബൈ ഡോ വൈ. ഓക്കെ, ഫൈ കണ്ടുപിടിച്ചേ. ഫസ്റ്റിനെ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്ത് കിട്ടുന്നു? ഫൈ ഈസ് ഈക്വൽ ടു 4xYa പ്ലസ് CA. രണ്ടാമത്തെ ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 4xYa പ്ലസ് CA. കിട്ടിയോ? അപ്പോൾ ഫൈ എന്ന് പറയുന്നത് എന്ത് കിട്ടി? 4xYa പ്ലസ് CA എന്ന് കിട്ടിയിട്ടുണ്ട്. പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഫണ്ടമെന്റൽ തിയറം അപ്ലൈ ചെയ്യും. ഫണ്ടമെന്റൽ തിയറം ഇന്റഗ്രൽ ഓവർ CA എഫ് ഡോട്ട് dr എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഓഫ് x1 y1 മൈനസ് ഫൈ ഓഫ് x0 y0. ഓക്കെ, ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഇന്റഗ്രൽ 1 to 1,2 to 4,0 4y dx പ്ലസ് 4x dy ഇസ് ഈക്വൽ ടു നമുക്ക് എന്താ? ഫൈ എന്താ കിട്ടിയത്? ഫൈ ഓഫ് x1 y1 എന്ന് പറയുന്നത് എന്താണ്? ഫൈ ഓഫ് 40 മൈനസ് ഫൈ ഓഫ് എന്താ? 1,2. ഫൈ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കിട്ടിയോ? ഫൈ നമുക്ക് എന്തായിരുന്നു കിട്ടിയത്? ഫൈ ഓഫ് x5 4xYa പ്ലസ് C. ഇതിനകത്ത് കൊണ്ടുപോയി കൊടുത്തേ. ഫൈ ഓഫ് 40 കണ്ടുപിടിച്ചേ. ഫൈ ഓഫ് 40 എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും? എക്സിൻ്റെ അവിടെ കൊണ്ടുപോയി 4 കൊടുക്കുന്നു, വൈൻ്റെ അവിടെ കൊണ്ടുപോയി 0 കൊടുക്കുന്നു. അപ്പോൾ എന്ത് കിട്ടും? എന്ത് കിട്ടും? 0 പ്ലസ് C. കിട്ടിയോ? മൈനസ് ഇതെന്ത് കിട്ടുന്നു? ഫൈ ഓഫ് 1 2. എക്സിൻ്റെ അവിടെ 1 കൊടുക്കുന്നു, വൈൻ്റെ അവിടെ 2 കൊടുക്കുന്നു. അപ്പോൾ 4 ഇൻറ്റു 1 ഇൻറ്റു 2 പ്ലസ് C വിച്ച് ഈസ് ഈക്വൽ ടു എന്ത് കിട്ടുന്നു? 8 പ്ലസ് C. ബ്രാക്കറ്റിനകത്ത് വേണം, ബ്രാക്കറ്റ് ഉണ്ട്. 8 മൈനസ് ഉള്ളതുകൊണ്ട് 8 പ്ലസ് C. ബ്രാക്കറ്റ് ഓപ്പൺ ആക്കി. CA മൈനസ് 8 മൈനസ് CA എന്ത് കിട്ടി? സിയും സിയും കട്ടായിപ്പോയി. ആൻസർ എന്ത് കിട്ടി? -8 എന്ന് കിട്ടി. കിട്ടിയോ ആൻസർ? കിട്ടിയോ? ഇത്രേ ഉള്ളൂ സംഭവം. ഫൈക്ക് നമ്മൾ വാല്യൂ കൊടുക്കില്ലേ? 4,0 മൈനസ് 5 1,2 എന്നുള്ളത്. അതെങ്ങനെ? അത് നിങ്ങൾ വേണ്ട. ഈ ഇന്റഗ്രൽ അപ്പർ ലിമിറ്റ് എന്താ? 40. ലോവർ ലിമിറ്റ് എന്താ? 1 2. ഫൈ എന്താണ്? ഫൈ കെട്ടിയിട്ടുണ്ടോ മുകളിൽ? ഫൈ എന്ന് പറയുന്നത് എന്താ? 4xy പ്ലസ് C അല്ലേ? അതിനകത്ത് കൊണ്ടുപോയി എക്സിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി ഫൈ ഓഫ് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഫൈ ഓഫ് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീനിങ്? എക്സിന്റെ സ്ഥാനത്ത് 4 കൊടുക്കുന്നു, വൈന്റെ സ്ഥാനത്ത് 0 കൊടുക്കുന്നു. ഇതിനകത്ത് കൊണ്ടുപോയി എക്സിന്റെ സ്ഥാനത്ത് 4ഉം വൈയുടെ സ്ഥാനത്ത് 0 കൊടുത്തേ. 4 ഇൻറ്റു 0 പ്ലസ് C വിച്ച് ഈസ് ഈക്വൽ എന്ത് കിട്ടുന്നു? C കിട്ടിയോ? അടുത്തത് ഫൈ ഓഫ് 1 2 കാണുന്നു. എക്സിന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി 1 കൊടുക്കുന്നു, വൈന്റെ സ്ഥാനത്ത് കൊണ്ടുപോയി 2 കൊടുക്കുന്നു. അപ്പോൾ 4 ഇൻറ്റു 1 ഇൻറ്റു 2 പ്ലസ് C. അപ്പോൾ 8 പ്ലസ് C കിട്ടിയോ? അത് കൊണ്ടുപോയി ഈക്വേഷനകത്ത് കൊടുക്കുന്നു. ആൻസർ കിട്ടും. ഓക്കെ, ഇത്രയേ ഉള്ളൂ.